അല്ലാഹുമ്മ സ്വല്ലി വസല്ലി വബാരിക് അലൈഹി. ഒരു മഹത്തായ ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിയാൽ 3 ദിവസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരും. ഞാൻ ഈ താഴെ പറയാൻ പോകുന്ന നിബന്ധനകളോടുകൂടി നിങ്ങൾ ചൊല്ലി നോക്ക്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങളൊക്കെ അല്ലാഹു പെട്ടെന്ന് വീട്ടി തരുന്നതാണ്. പല ആൾക്കാരും പറയാറുണ്ട്, നമ്മളൊക്കെ വിളിച്ചു പറയും, ഉസ്താദേ പലവിധ കടങ്ങളാണ്, അല്ലാഹു നമ്മയൊക്കെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ മുറുകെ പിടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. റഹ്മാനായ റബ്ബ് ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബാക്കൾക്ക് കടമുള്ളവർക്ക് പറഞ്ഞു കൊടുത്തൊരു മഹത്തായ ദിക്റാണ്. പലരും പറയുന്നു, ഉസ്താദേ കടം കൊണ്ട് ആത്മഹത്യയുടെ വക്കീലാണ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്. ഒരിക്കലും നിങ്ങൾ ആത്മഹത്യയുടെ വക്കിലേക്ക് നിങ്ങൾ കടന്നു പോകരുത്. ഈ ഭൂമിയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കണം. ഈ മഹത്തായ ദിക്ർ നിങ്ങൾ നല്ല ഇഖ്ലാസോടെ ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കടങ്ങൾ അല്ലാഹു വീട്ടി തരുന്നതാണ്. ഒരു പരീക്ഷണം വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകരുത്. അല്ലാഹു മക്കളില്ലാതെ എത്രയോ മനുഷ്യരെ അല്ലാഹു പരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ മക്കളെ കൊടുത്തും അല്ലാഹു പരീക്ഷിക്കാറുണ്ട്. നമ്മൾ കാണുന്നില്ലേ, എത്രയോ മക്കളാണ് മാതാപിതാക്കളെ വാർദ്ധക്യം ചെന്ന് കഴിഞ്ഞാൽ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടാക്കുന്നത്. അങ്ങനെ അല്ലാഹു മക്കളെ കൊണ്ടും മാതാപിതാക്കളെ പരീക്ഷിക്കാറുണ്ട്, മക്കളില്ലാതെയും പരീക്ഷിക്കാറുണ്ട്. എത്രയോ ജനങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സമ്പത്തില്ലാതെ ബുദ്ധിമുട്ടുന്നവര്. എന്നാൽ സമ്പത്ത് കൊണ്ട് എത്രയോ പേര് അല്ലാഹു പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വിവിധ മേഖലകളിലേക്ക് നമുക്ക് വന്നിരിക്കാം. ആ സമയത്തൊക്കെ നമ്മൾ നല്ല ഇഖ്ലാസോടെ നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് റബ്ബേ ലാ മാനിയ ലിമാ അതൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദിൽ ജദ്ദ് മിൻകൽ ജദ്ദ്. പടച്ചവനെ, എനിക്ക് റബ്ബേ നീ തന്നിട്ടല്ലാതെ ഒന്നുമില്ലേ റബ്ബേ, എനിക്ക് മാത്രമേ എന്റെ കടങ്ങൾ വീടാൻ കഴിയുകയുള്ളൂ. അല്ലാഹ് പടച്ചവനെ, നീ നിശ്ചയിച്ചവന് മാത്രമേ ഈ ഭൂമിയിൽ സമ്പന്നനാകാൻ കഴിയുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നിശ്ചയിച്ച ആൾക്ക് മാത്രമേ അല്ലാഹു ഈ ഭൂമിയിൽ സമ്പത്ത് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ഇഖ്ലാസോടെ നിങ്ങൾ ഈ ദിക്റുകൾ ചൊല്ലുക. അത് മാത്രമല്ല, നമുക്കറിയാം ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടത് ആരാണ്? മഹത്തുക്കളായ അമ്പിയാക്കളാണ്. അവർക്ക് രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിച്ചു, ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിച്ചു, അവരെ ജയിലിലിട്ട് പരീക്ഷിച്ചു. അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ അമ്പിയാക്കൾക്ക് കൊണ്ടുവന്നപ്പോൾ അവരതെല്ലാം അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് അതിലെല്ലാം അവർ വിജയം കൈവരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയാസം വന്നാലും എന്ത് വിഷമങ്ങൾ വന്നാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു ഈ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കടങ്ങൾ അല്ലാഹു പെട്ടെന്ന് വീടുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് ഫലം കാണാൻ കഴിയുന്നതാണ്. ഈ പറയുന്ന നിബന്ധനകൾ നിങ്ങൾ പാലിക്കുക. ഇനി 3 ദിവസം കൊണ്ട് ഫലം കണ്ടില്ല എങ്കിൽ അത് നിങ്ങൾ ഓതിയതിന്റെ വല്ല വീഴ്ചകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിലുള്ള എന്തെങ്കിലും വീഴ്ചകളായിരിക്കാം. നിങ്ങൾക്ക് അല്ലാഹുവിലുള്ള യഖീനിന്റെ കുറവ് മൂലം ഉണ്ടായതായിരിക്കാം. 3 ദിവസം കൊണ്ട് ഫലം കിട്ടിയില്ലെങ്കിൽ 3 ദിവസം കൂടി നിങ്ങൾ ഒന്ന് ഓതി നോക്കണം. അതല്ലെങ്കിൽ ഈ ദിക്ർ നിങ്ങൾ അങ്ങോട്ട് നിത്യമായി ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കടം വീടുന്നത് വരെ നിങ്ങൾ ചൊല്ലി നോക്കും. മുഅ്മിനീങ്ങളെ, പ്രധാനമായിട്ട് നല്ല ഇഖ്ലാസ് വേണം. റബ്ബേ, നീ അല്ലാതെ എന്റെ കടം തീർത്തു തരാൻ ആരുമില്ലേ അല്ലാഹ്. നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ചെല്ലണം. അല്ലാഹു വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ പറയാൻ പോകുന്ന ദിക്ർ 3 ദിവസം രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും 11 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. എത്ര പ്രാവശ്യം? 11 പ്രാവശ്യം. ഞാൻ പറഞ്ഞു നല്ല ഇഖ്ലാസോടെ, റബ്ബേ നീ അല്ലാതെ എനിക്ക് ആരും ഈ കടം വീട്ടി തരാൻ
പരിപാലിക്കേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ചൊല്ലണം. 3 ദിവസം കൊണ്ട് വീടിയില്ലെങ്കിൽ പിന്നെയും നിങ്ങൾ വീടുന്നത് വരെ നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ചൊല്ലിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരമല്ലാത്ത വിദൂരമല്ലാത്ത രീതിയിൽ അല്ലാഹു നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരുന്നതാണ്. ആ ദിക്ർ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ എപ്പോഴാണ് ദിക്ർ ചൊല്ലേണ്ടിയുള്ളത്? എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം, ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും 11 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലണം. ദിക്ർ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിൽ റിജാൽ. ഒന്നാമത്തെ ദിക്ർ ഇതാണ്. ഈ ദിക്ർ ഹബീബായ നബി തങ്ങൾ ഒരു സഹാബിക്ക് പറഞ്ഞു കൊടുത്തതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അദ്ദേഹം വിഷമം കൊണ്ട് കരഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ദിക്റാണ് ഇത്. അദ്ദേഹം ചെല്ലുകയും അദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ വീടുകയും സമ്പത്തിന്റെ വഴികൾ വിശാലമാവുകയും ചെയ്തു. രണ്ടാമത്തെ ദിക്റിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു ബിഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫളിക അമ്മൻ സിവാക. ഇത് രണ്ടും ഈ പറഞ്ഞ എണ്ണത്തിൽ നിങ്ങൾ ചൊല്ലുക. അതിനുശേഷം നിങ്ങൾ എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം സൂറത്തുൽ വാഖിഅ നിങ്ങൾ എല്ലാ ദിവസവും ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ സമ്പത്തിന്റെ വഴികൾ വിശാലമാകാനുള്ളതാണ്. നിങ്ങളുടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരുന്നതാണ്. ഈ സൂറത്ത് നിങ്ങൾ മുറുകെ പിടിക്കണേ മുഅ്മിനീങ്ങളെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇത് മുടക്കിയിട്ടില്ല. സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ മുൽക്കും ഹബീബായ നബി തങ്ങൾ അത് മുടക്കാതെ ഓതിയതാണ്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ അല്ലാഹു കൊണ്ടുതരുന്നതാണ്. അതുകൊണ്ട് സൂറത്തുൽ വാഖിഅ നിങ്ങൾ കടമുള്ള എല്ലാ ആൾക്കാരും മഗ്രിബിന് ശേഷം ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും എണ്ണം തെറ്റാത്ത രീതിയിൽ, മുകളിൽ എണ്ണം പറഞ്ഞിട്ടുണ്ട്, എണ്ണം തെറ്റാത്ത രീതിയിൽ നിങ്ങൾ ഓതുക. ഓതിയിട്ട് നല്ല ഇഖ്ലാസോടെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരുന്നതാ. റബ്ബേ, ഒരുപാട് പേര് ഞങ്ങളോട് പറയാറുണ്ട്, അല്ലാഹ് ഞങ്ങൾ പലരും കടത്തിലാണ് റബ്ബേ, പടച്ചവനെ അതെല്ലാം നീ വീട്ടി തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവേ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്, ദാരിദ്ര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പടച്ചവനെ, ഇരുലോക വിജയികളെ കൂട്ടത്തിലെത്തണേ അല്ലാഹ്, എത്തിക്കണേ പടച്ചവനെ, 2 ലോകത്തും വിജയം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിലെത്തിക്കണേ അല്ലാഹ്. അപകട മരണങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വേദനകൾ എല്ലാം ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ربنا كما ربونا صغارا. റഹ്മാനായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളൊക്കെ വീടണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയൊക്കെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. അവരുടെ ഞങ്ങളുടെ സകല ഹലാലായ മുറാദുകളും സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടങ്ങളിൽ, ഞങ്ങളെ യാത്രകളിൽ, ഞങ്ങളെ ബിസിനസ്സുകളിൽ, ഞങ്ങൾ ഏതെല്ലാം തൊഴിൽ ചെയ്യുന്നു അതിലെല്ലാം ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള സകല രോഗങ്ങൾ ഞങ്ങൾക്ക് ആവൽ നൽകണേ പടച്ചവനെ. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദിക്ർ ചൊല്ലുന്നവരെ കാക്കണേ അല്ലാഹ്. അല്ലാഹു എല്ലാ മേഖലകളിലും നീ വിജയം നൽകണേ പടച്ചവനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.